ഞാൻ തന്നെ സംശയിക്കണ്ട, ഞാൻ തന്നെ. അപ്പം ചെറിയ വ്യത്യാസമൊക്കെ നമ്മുടെ മാത്രമാണ്, മുടി വെട്ടി ഒരുമാതിരിയൊക്കെ ഇരിക്കുന്നു. കുഴപ്പമില്ല, എന്നാലും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്ത് തരാം. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും പറഞ്ഞു വിട്ട് അങ്ങനത്തെവന്മാരല്ല, ഒരു വിവരം കെട്ട് ഞരമ്പന്മാരായി പോയവന്മാരെ പിടിച്ച് മടക്കി എടുക്കാൻ പോവാം. അപ്പം അധികം പറഞ്ഞ് ലാഗാക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, വാച്ച് കിട്ടത്തില്ല. സബും ചെയ്ത് ബെല്ലിൽ ഞെക്കിയാൽ ലൈക്ക് പിടിച്ചേരെ. റീൽസിൻ്റെ ലോകം. പണ്ടൊക്കെ പാലാസജിയും ദാസേട്ടൻ കോഴിക്കോടും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന റീൽസ് രാജ്യം എത്ര മനോഹരവും എത്ര ശുഭകരവുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അലിൻ ജോസ് പെരേര. ഇതിന് ഭേദം മറ്റേതായിരുന്നു 11, മനസ്സിലായില്ലയോ? ഇനി നമുക്ക് ഇങ്ങാറുടെ കുറെ കഴിവിന്റെ അങ്ങേ അറ്റം പോയി കാണാം. അങ്ങേ അറ്റം എന്ന് പറഞ്ഞാ അലിൻ ജോസ് പെരേര തലതെറിച്ചവൻ ഇവൻ തലതെറിച്ചവൻ, തലകിറിഞ്ഞവൻ ഇവൻ തലകിറിഞ്ഞവൻ, തലതെറിച്ചവൻ ഇവൻ തലകിറിഞ്ഞവൻ, നാട്ടിലും തല അടിച്ചു തിരിക്കാൻ അവിടെ ആരും ഇല്ലയോ? ആ പോന്ന ആർക്കെങ്കിലും ഇറങ്ങിയവന്റെ തലക്കൊരെണ്ണം കൊടുത്ത് ആ വെള്ളത്തിലോട്ട് അങ്ങ് തെള്ളിയിട്ടൂടെ അവനെ? വീട്ടിലും ഒരു വാഴയായിരുന്നു ഞാൻ, നാട്ടിലും ഒരു മണ്ടനായിരുന്നു ഞാൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാട്ടുകാരവന്റെ തല അടിച്ചു തിരിക്കും, ഉറപ്പ്. പണ്ടൊക്കെ തെറി വിളിച്ചോണ്ടാണെന്നെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ദാസേട്ടൻ്റെ പാലാസജിയുടെ ഒക്കെ വില മനസ്സിലായത്. പാലാസജിയും ദാസേട്ടൻ കോഴിക്കോടൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആയിരുന്നെങ്കിൽ യുവന്മാരൊക്കെ പുറത്തിറങ്ങാനൊന്ന് പേടിച്ചേനെ. ഇത് ഇവൻ്റെ ഒരു ഷോർട്ട് ഫിലിം, ആ പേര് തലതെറിച്ചവൻ, കറക്റ്റ് പേര്. അതുകൊണ്ടാണ് ഇവനെ തന്നെ അതിനകത്ത്, അല്ല ഇവ ഇറക്കിയതുകൊണ്ട് ഇവൻ തന്നെ ആയിരിക്കും അതിനകത്ത് ഹീറോ. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ കാണുന്നില്ല, പാട്ട് കേട്ടതോളം മതിയായി. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഈ പടം ആ യൂട്യൂബിൽ എവിടെയെങ്കിലും കണ്ടാൽ അറിയാതെ പോലും അതിനകത്തൊന്ന് ഞെക്കിപ്പോയേക്കില്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഹായ് അലൻ ജോസ്, വെറൈറ്റി ലുക്കാണല്ലോ. ഫോട്ടോ വാങ്ങിയ പിള്ളേർക്ക് തുറന്നു കൊടുക്കാനും ആൾക്കാർ. ഞാനെങ്ങാനും വരുന്നെങ്കിൽ ആ ഡോറ് പിന്നെയും പിടിച്ചടച്ചിട്ട് വണ്ടി പുറകിലോട്ട് തള്ളി വിട്ടേനെ. ഇതൊക്കെ തുറന്ന് കൊടുക്കുന്നവരെ കാണാം ആദ്യം അടിക്കാൻ. ബാക്കി കാണാം. ആക്ടിറ്റ്യൂഡ് തീർന്ന് ചില്ലറ പോയി. എന്നാലും അത് എടുക്കാൻ പോലും ആ ഒരു ഇടുന്ന ഒരു ആക്ടിറ്റ്യൂഡ്. അതിനിപ്പോൾ എന്തോ അത് നമ്മളിപ്പം ഇങ്ങനെ അങ്ങ് എടുക്കത്തിന്നെയോ, കണ്ടോ എടുത്തിന്നെയോ. എന്തായാലും പെരേര നാണം കെട്ട്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഉദ്ഘാടനത്തിനായിരിക്കുമല്ലോ എന്തായാലും വന്നത്. ഉദ്ഘാടനത്തിന് വിളിക്കുന്നവനെയൊക്കെ ഉദ്ഘാടനത്തിനായിരിക്കുമല്ലോ വന്നത്. ആ വന്ന സമയത്ത് ആക്ടിറ്റ്യൂഡ് കാണിച്ച് പെണ്ണുങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി വരുന്നതും പോയിനങ്ങ് തറയെ പോയി. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. family life situation, a husband and after marriage so many English. അപ്പോൾ ഞാനും പറയാം, ഐ വിൽ റോസ്റ്റ് ഹിം ആൻഡ് യെറ്റ് ഹി. ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പഠിച്ചിട്ട് പറയാം. എന്തായാലും അറിയാത്ത ഇംഗ്ലീഷ് അങ്ങയാളുടെ ഇൻ്റർവ്യൂ വെച്ച് പറയാനുള്ള തൊലിക്കട്ടി. ചിലപ്പോൾ അറിഞ്ഞു വെച്ചോണ്ട് അങ്ങേര് ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരിക്കും. ഏത് മണ്ടത്തരം വിറ്റ് കാശാക്കുന്ന പരിപാടിയേ. അതുകൊണ്ടെന്തോ അയാളും വൈറലായില്ലയോ? ഞാൻ ഇവിടെ കിടക്കുവോ 200 സബ്ബാവാൻ കിടന്നിട്ടിപ്പം 10 ദിവസത്തിൽ പുറത്താവുന്നു. ഒരുത്തിന് സബ്ബും ചെയ്യത്തില്ല പുല്ല്. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഇൻസ്റ്റയിലൊരു വീഡിയോ അയച്ചു തന്നു. അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ, ഞാൻ അത് കണ്ടില്ല ഇതുവരെ. പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ജീവനുണ്ട്. ശരിയാണല്ലോ. ഇങ്ങനെയുള്ളതാണ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വേണ്ടത്. ഇങ്ങനെയുള്ളതൊക്കെ അയച്ചു തരണം, അടിപൊളി സാധനം. ബാക്കിയും കൂടെ അത് കാണട്ടെ. ഗോൾ പോസ്റ്റിന്റെ വലക്കകത്ത് കയറി തൂങ്ങിക്കിടക്കന്മാര് വവ്വാലോ ലൈനിനകത്ത് കയറി നിൽക്കണം. പറയൊക്കത്തില്ല. ഇവനായിട്ട് അപ്പുറത്ത് പോയിട്ട് സെൽഫ് കോളൊക്കെ അടിച്ചിട്ട് സെലിബ്രേഷൻ ഇടും.
എൻ്റെ വിചാരം ഇതൊക്കെ മാസമാണ്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കിട്ടുന്നു. ഇന്നത്തേക്ക് ഇത്രയും മതി. എൻ്റെ വയറ് നിറഞ്ഞത് കണ്ട് ഇതൊക്കെ കാണാൻ ഞാൻ എടുക്കുന്ന ഇത്രയും ഒരു വലിയ റിസ്ക്കാണ്. അതിന് നിങ്ങൾ ലൈക്ക് മേടിച്ച് സബ്ബിൽ ഞെക്കി ബെല്ലിൽ ഞെക്കിയേരെ. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.